ഇപ്രാവശ്യവും ഞങ്ങൾ തന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടാണ് ഉറച്ചു വന്നിരിക്കുന്നത്. അവർ ആർക്ക് കിട്ടിയാലും ഞങ്ങളുടെ കമ്മ്യൂണിറ്റി തന്നെയാണ്, ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ അവരുടെ വളർച്ചയെ കണ്ടുകൊണ്ട് സാമൂഹ്യനീതിയും ഗവൺമെൻറ്റും നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു കൾച്ചറൽ ഇവൻ്റ് പോലെ തന്നെയാണ് കലോത്സവം നടത്തുന്നത്. വർണ്ണപ്പകിട്ട് എന്നാണ് നമ്മുടെ കലോത്സവത്തിൻ്റെ പേര്. നല്ല എക്സ്പീരിയൻസ്. ഞങ്ങളെപ്പോൾ ഉള്ളവർക്ക് ഇങ്ങനൊരു അവസരം കിട്ടുന്നത് തന്നെ വലിയ കാര്യമല്ലേ. ഗവൺമെൻറ് അങ്ങനത്തെ അവസരം തരുന്നത് വലിയ കാര്യമാണ്. ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഒന്ന് കയറി സ്റ്റേജിൽ എനിക്ക് വയ്യാതായിട്ട് ഞാൻ പകുതിയിൽ നിന്ന് എത്തിയിട്ട് പോന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നീട് കയറി കളിച്ചതാണ്. ഞാൻ ഇപ്പോൾ ഗ്രേഡൊന്നും നോക്കുന്നില്ല, ഫുള്ളായിട്ട് കളിക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുള്ളൂ. പണിയ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് നമ്മൾ ജെൻഡർ ഐഡൻറ്റിറ്റി കമ്മിങ് ഔട്ട് ചെയ്ത് വന്നത്. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ കലോത്സവമാണ്. വർണ്ണപ്പകിട്ട് രണ്ടാമത്തെ കലോത്സവത്തിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള ട്രൈബൽസിന്. അങ്ങനെ ഇവിടെ ജാതിയും അതോ ലിംഗവർണ്ണ വ്യത്യാസമൊന്നും നമ്മുടെ ഇവിടെ ഒന്നുമില്ല. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരേ ഒരു സംസ്ഥാനമാണ് ഇത്തരം നമ്മുടെ ട്രാൻസ്ജെൻഡർ വെറും ഒരു 3000 താഴെയുള്ള കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു പരിപാടി നടത്തുന്നത്. അയ്യോ, അത് എടുത്തു പറയണം അല്ലേ. വളരെ അക്സെപ്റ്റൻസ് ആണ്. ഞങ്ങളെപ്പോൾ ഉള്ളവർ വളരെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. ഫുഡ് എന്താ പറയുന്നത്, വളരെ നല്ല രീതിയിലുള്ള അക്സെപ്റ്റൻസ് ഉണ്ട്. നല്ല ഏരിയ ആണ്, നല്ല ആൾക്കാരാണ്, എനിക്കിഷ്ടപ്പെട്ടു. സന്തോഷമുണ്ട്. ഇനിയും വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം.